ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇപ്പൊ ഏതാണ്ട് പെരുമ്പാവൂര് മൊത്തവും ബംഗാളായി മാറിക്കഴിഞ്ഞു, അതല്ലെങ്കിൽ ബംഗ്ലാദേശായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ വർദ്ധിച്ചു വരുന്ന ബംഗാളികളാണ് എന്ന വ്യാജരേഖകളിൽ കൂടും കുടുക്കയും എടുത്ത് കുടുംബത്തോടുകൂടി വന്നു പാർക്കുന്ന ഈ ബംഗ്ലകളെ കണ്ടിട്ട് ഭയപ്പാടോടുകൂടി വിവിധ മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അക്രമങ്ങൾ അധികരിക്കുന്നു, ബലാത്സംഗങ്ങൾ, കൊള്ളകൾ, കൊലകൾ, മോഷണങ്ങൾ, ഇതൊക്കെ. ഇപ്പൊ പെരുമ്പാവൂരില് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച ഒന്നാം പ്രതി ഒന്നാമത്തെ നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് നിങ്ങൾ കണ്ടിരുന്നു. പെരുമ്പാവൂരിലെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അസം സ്വദേശിയാണ് എന്ന ആള് പറയുന്നു. മഫീസുൽ ഇസ്ലാം എന്നാണ് പേര്. ഇതുപോലെ ഒരുപാട് അമീറുൽ ഇസ്ലാമിനെ കണ്ടവരാണ് നമ്മൾ, ഒരുപാട് അജ്മൽ കസബിനെ കണ്ടവരാണ് നമ്മൾ. അപ്പൊ കോടതി നടപടികൾക്കിടയിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കുതറിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശുചിമുറിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാളുടെ കയ്യിലെ വിലങ്ങഴിച്ചു. തുടർന്ന് ശുചിമുറിയുടെ വെന്റിലേറ്റർ തകർത്ത് താഴേക്ക് ചാടി. താഴെ വീണ ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും പോലീസ് പിന്നാലെ ഓടിയെത്തി. അതായത് ഇവരുടെ നാട്ടിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് നിയമത്തിന് മുമ്പിൽ ഹാജരാകാതെ, ജാമ്യമെടുക്കാതെ, ഒരു നിയമ നടപടികൾക്ക് മുതിരാതെ രക്ഷപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. 25,000 രൂപ മതി ഇവന്റെ ഒക്കെ തലവര കേരളത്തിൽ മാറുവാണ്. വ്യാജ ആധാർ കാർഡുകൾ, പാസ്പോർട്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, വോട്ടർ ID-കൾ, വേണ്ടി വന്നാൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വരെ നൽകാൻ പൊന്നാനിയിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ MDMA-യുമായി വരുന്ന ആളുകൾ. അപ്പോ നമ്മുടെ നാട് പുരോഗമിക്കുവാണ് എന്ന് പറയാം. ഭാരതം എന്ന ഈ രാജ്യത്തെ സ്വതന്ത്രമായും നമ്മളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുമാണ് നമ്മൾ കാണുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ലോകോത്തര ഭരണഘടനയോട് കിടപിടിക്കുന്ന രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മികവുറ്റ ശക്തിമത്തായ ഒരു ഭരണഘടനയുടെ സംരക്ഷണയിൽ ഈ രാജ്യം നൽകുന്ന എല്ലാ തരത്തിലുള്ള മതേതര സ്വാതന്ത്ര്യങ്ങളും ഉപയോഗപ്പെടുത്തി, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ സംരക്ഷണയിലാണ് ഈ മാധ്യമങ്ങളും ഈ വ്യക്തികളും ഈ സംഘടനകളും ഈ സംവിധാനങ്ങളും ഒക്കെ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് രാജ്യവിരോധങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ സഹായം കൊണ്ടും പണം കൊണ്ടും ശമ്പളം വാങ്ങിച്ച് കഞ്ഞി കുടിക്കുന്ന ചില ചേറ്റകൾ പോലും നാറിത്തരങ്ങളും തന്തയില്ലായ്മയ്ക്കും ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്ന രാജ്യവിരുദ്ധതകൾക്കുമൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളുമായി കൂടിച്ചേർന്ന് അവരുമായി കൂട്ടുപിടിച്ച് രാജ്യവിരുദ്ധനെ പോരാളി എന്ന് പറഞ്ഞാഘോഷിക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഈ രാജ്യത്തെ മുറിക്കാൻ തയ്യാറെടുത്ത ആ കൊടും ഭീകരനായിട്ടുള്ള ബംഗ്ലാദേശി നമ്മുടെ നാട്ടിലെ മുക്കാൽ മീഡിയകൾക്ക് അവൻ പോരാളിയാണ്, രക്തസാക്ഷിയാണ്. നിന്റെയൊക്കെ പെങ്ങന്മാരെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കാമായിരുന്നില്ലേടാ? ഇതുപോലെ 100 കണക്കിന് ഉസ്മാൻ ഹാദിമാർ ഇനിയും ബംഗ്ലയിലുണ്ട്. ഇന്ത്യയുടെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നിട്ട് തിരിഞ്ഞു നിന്ന് തുണി പൊക്കി കാണിക്കുന്ന ഈ വേശ്യാജന്മങ്ങൾ ഇനിയുമുണ്ട് എമ്പാടും. അവരെയൊക്കെ നമ്മൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് കരുതിയിരിക്കണം. കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള തീവ്രവാദ നേതാവാണ് ധാക്ക 8 എന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇവന്റെ തലയാണ് ഇപ്പോൾ തെറിച്ചത്. ഇന്ത്യക്ക് തീ കൊടുക്കണം, ഇന്ത്യയെ കത്തിക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഇവന്റെ തല കത്തിക്കപ്പെട്ടത്. അവന്റെ തലയ്ക്ക് ഓട്ട വീണു. അവൻ മണ്ണ് തിന്ന് കഴിഞ്ഞതിന് ശേഷം അവന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്ന അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഇന്ത്യക്കെതിരെ കൈയോങ്ങാനും ബംഗ്ലകൾ മറക്കുന്നില്ല. പ്രതികളെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടുമില്ല. കാറിൽ സഞ്ചരിക്കുമ്പോൾ
അജ്ഞാതരായിട്ടുള്ള ബൈക്ക് യാത്രക്കാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഈ യുവ തീവ്രവാദി നേതാവിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ ബംഗ്ലാദേശ് പോലീസിന് സാധിച്ചിട്ടുമില്ല. ഈ ബംഗ്ലകളാകുന്ന ഭീകരന്മാര്, ക്രിമിനലുകള്, ഇവരെയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നട്ട് നനച്ച് വളർത്തുക. വേണ്ടുന്ന രൂപത്തിൽ ഉണങ്ങാതെ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് തരാതരം വളർത്തിക്കൊണ്ടുവരുക. ആ ബംഗ്ലകൾ അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും ഇന്ത്യക്കെതിരെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിലെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുണ്ടായ കൊലപാതകം രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിവിടും എന്നത് തീർച്ചയാണ്. അതെല്ലായിടത്തും അതെ. നിലവിൽ നിരോധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNPO, ഇത് തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കിയിട്ടേയില്ല. എന്നാൽ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ അവസരം മുതലെടുക്കുമോ എന്ന ആശങ്കയുണ്ട്. ഉസ്മാൻ ഹാദിയെ വെടിവെച്ചതായിട്ട് ആരോപിക്കപ്പെടുന്ന ഫൈസൽ കരീമിന് 2 തവണ ജാമ്യത്തിനായി വാദിച്ചത് ജമാഅത്തെ ഇസ്ലാമി നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായിട്ടുള്ള മുഹമ്മദ് ഷിഷിർ മോനിയാണ് എന്ന് BNP നേതാവും മുൻ MP-യുമായിട്ടുള്ള നിലോഫർ ചൗധരി മോനി പറയുന്നു. ഇവര് തന്നെ വളർത്തിക്കൊണ്ടുവരുന്നു, ഇവര് തന്നെ തലയും വെട്ടിയെടുക്കുന്നു. ജാമ്യം കിട്ടാൻ സഹായിച്ചത് ഈ മുഹമ്മദ് ഷിഷിർ മോനിയാണ് അത്രേ. അദ്ദേഹം ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഡേറ്റാസ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇത് കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് സുരക്ഷിതമായി വീട്ടിൽ പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് ഇതിനല്ല എന്നും നിലോഫർ പറയുന്നുണ്ട്. പുറത്തായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിരോധിക്കപ്പെട്ട അവാമി ലീഗുമായിട്ട് ഈ ഫൈസൽ കരീമിനെ ബന്ധപ്പെടുത്തി ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ഇളക്കിവിടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ പരമാവധി പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഫൈസൽ കരീം ഇന്ത്യയിലേക്ക് കടന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് ബംഗ്ലാദേശ് പോലീസ് പറയുന്നു. ഇന്ത്യക്കെതിരെ ഒന്ന് വിഷം തുപ്പാൻ കിട്ടിയ ഒരു സാഹചര്യം ജമാഅത്തെ ഇസ്ലാമി ഒന്നെടുത്ത് പെരുമാറി, അത്രേ ഉള്ളൂ. ഇവരുടെ ഉള്ളിലുള്ള വിഷം തന്നെയാണ് ഇവര് പുറത്തും ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന മുക്കാൽ മീഡിയകളുടെ ഒക്കെ രാജ്യവിരുദ്ധത, ഈ മാധ്യമ സ്ഥാപനമൊക്കെ അടച്ചു പൂട്ടേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട്. കാശ്മീരിനെ പോലും ചൂണ്ടുവിരലിൽ നിർത്തി കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ച കേന്ദ്ര സർക്കാരിന് ഇത് എന്തുപറ്റി? രാജ്യവിരുദ്ധതകൾ നിരന്തരം ഛർദ്ദിക്കാൻ വേണ്ടി അഴിച്ചുവിട്ടത് ഒടുവിൽ പിടിച്ചു കെട്ടാനാണോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. പ്രേക്ഷകരെ, യൂസ് യുവർ ഹെഡ്സെറ്റ് പ്ലീസ്. ഇത്രയും വൃത്തികെട്ട ഒരു ചാനൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മീഡിയ ഫണ്ട് മാത്രമാണ്. സത്യം പറഞ്ഞാൽ പറയാൻ 2 ദിവസം വൈകിപ്പോയി. ഞാൻ ചില പേഴ്സണൽ കാര്യങ്ങളുടെ തിരക്കിലായിരുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള, നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയോട് സ്നേഹമുള്ള, നമ്മുടെ നാടിന്റെ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ഇഷ്ടപ്പെടുന്ന, ഈ രാജ്യത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത തെമ്മാടിത്തരമാണ് ബംഗ്ലാദേശിലെ ഹാദി എന്ന് പറയുന്ന ഒരു തെമ്മാടി, ഒരു ചെറ്റ, ഒരു തീവ്രവാദി ചെയ്ത പ്രവർത്തി. അവന് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം, ഇന്ത്യയുടെ പഞ്ചാബ് ഉൾപ്പെടെ കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ പിടിച്ചെടുത്ത് അവിടെ ഉള്ളവരെ മുഴുവൻ ചുട്ടുകൊന്നിട്ട് ഇവന്മാരുടെ ഉണ്ടാക്കിയ മതരാഷ്ട്രം സ്ഥാപിച്ചെടുക്കണം. ബാക്കി വരുന്ന ഇന്ത്യയുടെ ഭാഗത്തെ തീയിടുകയും ചെയ്യണം. എന്നിട്ട് ഇവന്മാർക്ക് ഉടുക്കാനില്ല, കിടക്കാനില്ല, തിന്നാനില്ല, അതൊക്കെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യണം. അതാണ് പിന്നെ ആകെയുള്ള ഒരു സമാധാനം. അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം ഇത് തന്നെയാണ്. അപ്പോൾ മാധ്യമം എന്ന പത്രത്തിൽ നിന്നും, മുക്കാൽ മീഡിയ എന്ന മാധ്യമത്തിൽ നിന്നും കൂടുതൽ രാജ്യസ്നേഹമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യക്കാർ. കാരണം ഇവര് മുമ്പും ഇത് തന്നെയാണ് ചെയ്തത്. ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായിട്ടുള്ള അന്നത്തെ മുസ്ലിം ലീഗാണ് ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്, അതും പാകിസ്ഥാനിൽ വെച്ച് എന്ന് മറക്കരുത്. അപ്പോ ഈ ലീഗ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വൈറലായിട്ടുള്ള ഒരു പ്രസംഗമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് തന്നെ തുറന്നു പറയുവാണ്. കേട്ടോ, ഇതൊക്കെ അസുലഭ നിമിഷമാണ്. ചില സാഹചര്യങ്ങളിൽ ഇവർ തമ്മിൽ തെറ്റുമ്പോൾ മാത്രമാണ് അവർ ചെയ്ത ധീര സാഹസിക പ്രവൃത്തികളൊക്കെ പുറത്തു വരത്തുള്ളൂ.
അങ്ങനെയാണ് ചരിത്രത്തിന്റെ തുടർച്ച എന്ന് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഇന്നത്തെ ഇന്ത്യയിലെ ലീഗ് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തതാരാ? അതിന് തീരുമാനമെടുത്തത് എവിടെ വെച്ചാ? 1947 ഡിസംബർ 14-നും 15-നും കറാച്ചിയിൽ ഒരു യോഗം നടന്നു. മുസ്ലിം ലീഗിന്റെ ഒരു കോൺഫറൻസ് നടന്നു 1947 ഡിസംബർ 14-15 തീയതികളിൽ. ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. എവിടെ വെച്ചാ യോഗം നടക്കുന്നത്? കറാച്ചിയിൽ വെച്ച്. 47 ഓഗസ്റ്റോടുകൂടി ഇന്ത്യ സ്വതന്ത്രമാവുകയും വിഭജിക്കപ്പെടുകയും ചെയ്തു. 47 ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം നേടി വിഭജിക്കപ്പെട്ട ഇന്ത്യ. ലീഗിന്റെ യോഗം കറാച്ചിയിൽ നടക്കുന്നത് 47 ഡിസംബറിൽ. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിന്റെ ഭാഗമായ കറാച്ചിയിലാണ് മുസ്ലിം ലീഗിന്റെ യോഗം നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റാണത്. കറാച്ചിയിൽ, പാകിസ്ഥാനിലാണ് ലീഗിന്റെ യോഗം നടക്കുന്നത്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ആ യോഗത്തിലെ തീരുമാനമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിക്കണം എന്നത്. അപ്പോൾ 1948 ഡിസംബറിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് തീരുമാനിച്ചതനുസരിച്ചാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. ഈ പാരമ്പര്യം നിങ്ങൾ മറച്ചുവെക്കരുത്. ഈ പാരമ്പര്യം നിങ്ങൾ നിഷേധിക്കാൻ പാടില്ല. 1947 ഡിസംബറിലെ കറാച്ചിയിൽ നടന്ന ലീഗ് യോഗത്തിൽ ഇസ്മായിൽ സാഹിബ്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പങ്കെടുത്തിട്ടുണ്ട്. എം അൻവർ പങ്കെടുത്തിട്ടുണ്ട്. JTM മുഹമ്മദ് ഇബ്രാഹിമും KM ഖീദി സാഹിബും AK ജമാലിയും പങ്കെടുത്തിട്ടുണ്ട്. അവർ 1948 രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു. ഈ IUML നേതാക്കളെല്ലാം കറാച്ചിയിലെ 47 യോഗത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ചാണ് ഇവർ തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ പുതിയ മുസ്ലിം ലീഗ് ഉണ്ടാക്കണമെന്ന്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ തീരാ ദുഃഖത്തിന് കാരണമായ വിഭജനത്തിലെ രണ്ടാം പ്രതികളാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് തീവ്രവാദ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന തീരാ ദുഃഖത്തിന്റെ വേദന. ഇവരെല്ലാവരും പരിശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഇതര മതവിഭാഗങ്ങളെ ഇല്ലാതാക്കി ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം. ഇന്ത്യയിൽ അമുസ്ലിങ്ങളൊന്നും പാടില്ല എന്നത് തന്നെയാണ്. അതിനെയും ലീഗായിരുന്നാലും ജമാഅത്തായിരുന്നാലും SDPI, പോപ്പുലർ ഫ്രണ്ട്, PDP എല്ലാവരുടെയും ലക്ഷ്യം തലത്തിൽ തുല്യമാണ്. അവർ തന്നെ പറഞ്ഞല്ലോ. നന്ദി.